ആരാടാ കിളവി? ഇനി ഒരു തവണയും കൂടി കിളവിന്ന് വിളിച്ചാ എന്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടി. ശരി, കൊടുക്കാം. ഹായ് സായ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖായിരിക്കുന്നു. നിനക്കോ? ഞാൻ നന്നായിരിക്കുന്നു ചേച്ചി. കുട്ടിമോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ എപ്പോഴാ വരാ? പരീക്ഷ കഴിയുമ്പോ കൂട്ടുകാരുടെ കൂടെ കോവിക്കൊന്ന് പോണോന്നുണ്ട് ചേച്ചി. അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? അതെ ചേച്ചി. അളിയനൊന്ന് ഫോൺ കൊടുത്തേ. ശരി, കൊടുക്കാം. പറയടാ സായി, നീ ഇല്ലാത്തതുകൊണ്ട് പരമ സുഖോടാ. എന്നാളി അങ്ങനെയൊക്കെ പറയുന്നത്? പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് പേടിയാളിയാ. അളിയൻ എന്തെങ്കിലും ചെയ്യണം. 2 എരുമ വാങ്ങിച്ചു തരാം, വളർത്തടാ. അളിയ സീരിയസ് ആയിട്ട് പറയുക. ആദ്യം പരീക്ഷ എഴുതി പാസ്സാക്ക്, അതിനുശേഷം നോക്കാം. അളിയ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടാ? അളിയ അത്യാവശ്യമായിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. 2 lakhs ഉള്ളി. എന്ത്? അളിയ എനിക്കൊരു കോള് കയറി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. 2 ലക്ഷം മറക്കല്ലേ അളിയ? ഓക്കെടാ, ബൈ. എന്ത് അർജന്റ് ആണാവോ ആർക്കറിയാം. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ശരി മുത്തശ്ശി, പോയി കിടന്നോളുന്നേ. ശരി മോനെ. ആ വാ 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 മക്കള് വാ, പോയി കിടക്കാം. Good night, കുട്ടീസ്. Good night, മോനെ. വാ. രാഹുൽ, എനിക്ക് സംസാരിക്കാനുണ്ട്. അതിനെന്താ? നിനക്കെന്നെ സമ്മതിച്ചുണ്ടോ? എന്നാന്ന് വെച്ചാ പറ. പറഞ്ഞ രാഹുൽ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യം പറ. സ്കൂള് പൂട്ടിയില്ലേ? അതിന് ജെനിയും കാവ്യയും ബോറടിച്ചിരിക്കുക ഇവിടെ. അവരെ പുറത്തെവിടെയെങ്കിലും തീം പാർക്കിൽ കൂട്ടിക്കൊണ്ടു പോയാ അവർക്ക് ഒത്തിരി സന്തോഷാവും. ശൈലു, നിനക്കറിയാമല്ലോ ഞാൻ നല്ല ബിസിയാണ്. ഇതെല്ലാം നീ തന്നെ നോക്കിയാ മതി. മുത്തശ്ശിയും കൂടെ കൂട്ടി ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഓക്കെ? ലൈഫ് മുഴുവൻ കോംപ്രമൈസ് ആണല്ലേ? കുട്ടികൾക്ക് ഇതിനിടയിൽ ഒരു സ്ഥാനമില്ലേ? അച്ഛൻ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് അവർ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? നീ എന്ത് വേണമെങ്കിലും ചെയ്യേ, എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്ത ചുണ്ടി എന്തെങ്കിലും ചോദിച്ചാലോ അപ്പൊ സീരിയസ് ആവും. നിങ്ങളൊന്നും മാറ്റാനേ പറ്റില്ല. ഈ സമയത്ത് ആരാ വാതിൽ മുട്ടുന്നത്? നല്ല ഉറക്കം വരുന്ന സമയം. ഓ, സമയം 12. ആരായിരിക്കും ഇത്? കഥകില് മുട്ടുന്ന ശബ്ദം കേട്ടോ? ആരെയും കാണുന്നില്ലല്ലോ. നോക്കാം. ഉറങ്ങാതെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മുത്തശ്ശിയുടെ അടുത്ത് കളിച്ചത് മതി. വാ കാവ്യ. കാവ്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ നടക്കുന്ന ഇവിടെ? ഞാനാണല്ലോ കുട്ടികളെ ഉറക്കിയത്. പോയി നോക്കിയിട്ട് വരാം.
മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കോ? അമ്മേ ദേവി കാളി പരമേശ്വരി മഹാമായെ കാത്തുരക്ഷിക്കണേ. ഭഗവതിയെ ഈശ്വര എന്തെല്ലാം ആണോ. ദേവിയെ കാത്തുരക്ഷിക്കണേ. അമ്മേ മഹാമായെ ഭഗവതി ദുഷ്പ്രജ്ഞ കാണിക്കല്ലേ. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണേ ദേവി. ദേവി സർവേശ്വരി മഹാമായെ സംസ്ഥാപനവും പൊറുക്കണേ. ഈ കുടുംബത്തെ മുഴുവനും കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ഗണപതി ഭഗവാനെ സർവേശ്വരി മഹാമായെ ശ്രീ മുരുക ആഞ്ജനേയ സംസ്ഥാപനവും പൊറുക്കണേ. സർവേശ്വരി മഹാമായെ ഞങ്ങളെ കുടുംബത്തോടെ കാത്തുരക്ഷിക്കണേ. ദേവി മഹാലക്ഷ്മി താരേ മഹേശ്വരി കാത്തുരക്ഷിക്കണേ. സംസ്ഥാപനവും പൊറുക്കണേ. ഞങ്ങൾ പ്രിയരാവണേ. രാഹുൽ കോഫി. താങ്ക് യു. കാവ്യ നിനക്ക് ബൂസ്റ്റ്, ജെനി നിനക്ക് ഹോർലിക്സ്. മമ്മി എനിക്ക് ബൂസ്റ്റ് വേണ്ട, എനിക്ക് ഹോർലിക്സാ വേണ്ടത്. ഇതെന്താ ഇങ്ങനെ? കുറച്ചു മുമ്പ് നീ പറഞ്ഞത് ബൂസ്റ്റ് വേണമെന്നല്ലേ, ഇപ്പൊ നീ പറയുന്ന ഹോർലിക്സ് വേണമെന്ന്. അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് ഹോർലിക്സ് തന്നെ വേണം. എന്താ ഇത് കാവ്യ, നിനക്ക് വികൃതി കൂടി വരികയാണല്ലോ. ആദ്യം ഒന്നും ചോദിക്കുന്നു, പിന്നെ വേറൊന്നും ചോദിക്കുന്നു. അത് സാരല്ല മമ്മി, എനിക്ക് ബൂസ്റ്റ് തന്നോ, അവൾക്ക് ഹോർലിക്സ് കൊടുത്തോ. ഗുഡ് ഗേൾ എന്റെ ജെന്നി, എന്ത് കൊടുത്താലും അഡ്ജസ്റ്റ് ചെയ്യും. നിന്നെ കൊണ്ടാണ് ബുദ്ധിമുട്ട്, കുട്ടി പിശാശ്. അപ്പോ ഞാൻ ബാഡ് ഗേൾ ആണോ ഡാഡി? മോള് ഗുഡ് ഗേൾ അല്ലേ? മൈ സിസ്റ്റർ ഈസ് വെരി സ്മാർട്ട് ഗേൾ. നിങ്ങൾ രണ്ടുപേരും സ്മാർട്ട് അല്ലടാ മക്കളെ. അപ്പം മമ്മി എന്നെ കുട്ടിപ്പിശാച് എന്ന് പറഞ്ഞതോ? ഡാഡി എനിക്കൊരു സംശയം, ദൈവം എന്നാൽ എന്താ, രാക്ഷസി എന്ന് പറഞ്ഞാൽ എന്താ? രാക്ഷസി എന്ന് വെച്ചാൽ ചീത്ത, ദൈവം എന്ന് പറഞ്ഞാൽ നല്ലത്. ഓക്കെ, കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ആരെന്ന് തൊട്ട് പ്രാർത്ഥിക്കേ, കുലദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കേ. ഇതെന്താ ഇത്? നീ തൊട്ടവണ്ണെ ദീപം അണിഞ്ഞു പോയല്ലോ. എന്താ നടക്കുന്നത്? ശകുനം മോശമാണല്ലോ. എന്താ മുത്തശ്ശി, കാറ്റില് ദീപം അണഞ്ഞു പോയതിന് മോശ ശകുനമോ? അതുമല്ല, ഇതെങ്ങനെ മോശ ശകുനമാവുന്നത്? എന്താ ഈ പറയുന്നത്? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. മനസ്സ് അസ്വസ്ഥമാണ്. ഇവിടെ വന്നേ പിന്നെ എല്ലാം മോശമായിട്ടാ നടക്കുന്നത്. മനസ്സാകെ വിങ്ങുന്നു. മുത്തശ്ശിക്ക് വയസ്സായില്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഈ സമയത്ത് വർക്ക് ചെയ്യണോ രാഹുൽ? ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. ബെഡ്റൂമിലും പ്രോജക്റ്റ് വർക്കാണോ രാഹുൽ? സമയം 12 മണിയായി. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യട്ടെ രാഹുൽ. ശൈലു, ഇമ്പോർട്ടന്റ് വർക്കുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. ഡേ ആൻഡ് നൈറ്റ് വർക്ക് വർക്ക് വർക്ക്. വർക്ക് ഫ്രം ഹോം ആണോ? ഓഫീസിൽ പോയി പണിയെല്ലാം ചെയ്താ പോരെ? വീട്ടിൽ വന്നാൽ ഇത് തന്നെ ശല്യം. എന്തായാലും നിങ്ങൾക്ക് വർക്കിലുള്ള ഇൻട്രസ്റ്റും ഇന്റൻഷനും ഒന്നും ഇപ്പൊ എന്നോടില്ല. ഒരിക്കലും എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല. പിന്നെ എന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? പ്രോജക്ട് ഡെഡ്ലൈനിലാണ് ശൈലു. അതുമല്ല, നിനക്ക് ഞാൻ എന്താ കുറവ് വരുത്തിയേ? നിനക്ക് ഇഷ്ടമുള്ള തുണികള്, ആഭരണങ്ങള് എല്ലാം തന്നെ നിനക്ക് ഞാൻ മേടിച്ചു തന്നിട്ടില്ലേ? ഈ വീട് കൂടെ നിന്റെ പേരിലല്ലേ? ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ശരി രാഹുൽ, എന്നാല് ജീവിതത്തില് ഇത് മാത്രമല്ല മുഖ്യം. തുണികള്, ആഭരണങ്ങള്, കാറ്, ഫാം ഹൗസ്, ഇത് മാത്രമാണോ ജീവിതം? ഓൺലി വർക്കായ എന്താ ചെയ്യാ? നിങ്ങൾ എനിക്ക് വേണ്ടിയും കുറച്ച് സമയം ചെലവഴിക്കണം. ഇവൻ ഐ നീഡ് സം പ്രൈവറ്റ് ടൈം. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഫീലിംഗ്സ് ഇതെല്ലാം എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അത് മാത്രമല്ല, എനിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ട് രാഹുൽ. ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം സിനിമയ്ക്ക് പോകണം, റിലേറ്റീവ്സിന്റെ ഫംഗ്ഷൻസിന് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? മക്കളെ കൂട്ടി സിനിമയ്ക്ക് പോ, സന്തോഷമായി. ഇഷ്ടപ്പെട്ട ഫംഗ്ഷന് പൊക്കോ. പണം വേണോ? എത്ര വേണല്ലോ എടുത്തോ.
ബട്ട് എന്റെ വർക്കിൽ ഡിസ്റ്റർബ് ചെയ്യില്ലേ? പ്രോജക്ട് ഡെഡ്ലൈൻ ഇല്ല. ദയവായി അത് മനസ്സിലാക്ക്. ഞാൻ ഒരുത്തി കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതും ഭർത്താവിന്റെ കൂടെ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ല രാഹുൽ. അതിൽ നിന്നും കിട്ടുന്ന ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ അതൊന്നും പണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല രാഹുൽ. എന്റെ തലയിലെഴുത്ത്. ഏത് നേരത്താണ് അവനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നിയത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബുദ്ധിയില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കല്ല ബുദ്ധിയില്ലാത്തത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഒച്ച വയ്ക്കുന്നോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? അനാവശ്യം പറഞ്ഞ മോന്തയ്ക്ക് തരും. എന്നാ അടിക്ക് കാണട്ടെ. എന്നടി നീ കുറെ നേരം വരുമോ? ഇത് എപ്പോ നോക്കിയാലും അടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ വെട്ടാൻ പറ്റില്ല. പുലർച്ചെ അമ്പലത്തിൽ പോയിട്ട് മന്ത്രവാദി സ്വാമിയെ കാണണം. എന്തായി കാണിക്കുന്നേ? മുത്തശ്ശി രാവിലെ പുറത്തേക്ക് പോയതാ. ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കാണാഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാ ഇവരുടെ ഒരു കളി. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. എന്താ രാഹുൽ ഇത്? മുത്തശ്ശി കാണാതെ ഞാനിവിടെ പെടാപ്പാട് പെടുമ്പോ നിങ്ങൾ കൂളായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ? ശൈലു, എന്തിനെങ്ങനെ ടെൻഷൻ ആകുന്നേ? മുത്തശ്ശി എങ്ങും പോകില്ല. ഇപ്പൊ വരും. പോയി നോക്ക്, മുത്തശ്ശി ആയിരിക്കും. എന്താ മുത്തശ്ശി ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? രാവിലെ മുതൽ ഞാൻ മുത്തശ്ശി കാണാതെ വല്ലാതെ വിഷമിച്ചു. സോറി ശൈലു, വീട്ടിനകത്ത് തന്നെ എത്ര നേരം, അതുകൊണ്ടാ ഒന്ന് പുറത്തു പോയത്. ഇത് നോക്കുമോളെ, ഈ പൊടിയെടുത്ത് പാലിൽ കലക്കി എങ്ങനെയെങ്കിലും രാഹുലിനെ കുടിപ്പിക്കേ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവുന്ന? എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറയുന്ന പോലെ ചെയ്യേ. ഇതെന്ത് പൊടിയാ മുത്തശ്ശി? എന്ത് പൊടിയായാലെന്താ? ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ശരി, ചെയ്യാം. ഇതെന്താ പഞ്ചസാര പോലെയുണ്ടല്ലോ? രണ്ടാൾ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കയില്ല. കാവ്യ, എന്തിനാ മോള് കരയുന്നേ? ചേച്ചി എന്റെ പാവ എടുത്തിട്ട് തരുന്നില്ല മമ്മി. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവ. ഗുഡ് ഗേൾ അല്ലേ? അനിയത്തിക്ക് പാവ കൊടുത്തേ. ഗുഡ് ഗേൾ. രണ്ടുപേരും വികൃതി കാണിക്കാതെ കളിച്ചോളണം കേട്ടോ. ഓക്കേ മമ്മി. ഗുഡ് ഗേൾസ്. ഇപ്പോഴല്ലേ ഞാൻ ഗ്ലാസ്സിൽ പാൽ ഒഴിച്ചു വെച്ചിട്ട് പോയത്? ആരെ ഈ പാല് കുടിച്ച്? നിങ്ങളാണോ കുടിച്ചത്?
ഷൈലു, എന്തൊക്കെയാ മോളെ ഈ വീട്ടിൽ നടക്കുന്നത്? എന്തു പറ്റും മുത്തശ്ശി? ഈ വീട്ടിൽ വന്നേ പിന്നെ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെയോ മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് മോശം കാര്യങ്ങളോ? ഉറങ്ങുമ്പോ രാത്രി ആരോ വാതിൽ പടപടാ മുട്ടുന്ന ശബ്ദം കേൾക്കും. കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം കേൾക്കും. എപ്പോഴും ആരോ കരയുന്ന കേൾക്കാം. എനിക്കെന്തോ ആകെ പേടി തോന്നുക. ഇതെല്ലാം രാഹുൽ കേട്ട ചിരിക്കും മുത്തശ്ശി. മുത്തശ്ശിക്ക് വയസ്സായില്ലേ, ഉറക്കം കുറവായിരിക്കും, അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും മുത്തശ്ശി. അത്രേ ഉള്ളൂ. ഇതിനെയാണ് ഹാലോസിനേഷൻ എന്ന് പറയുന്നത്. അല്ല ഷീലു, ഞാൻ പറയുന്നതാണ് സത്യം. നീ പറയുന്ന പോലെ ഇത് തോന്നലല്ല. ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. മുത്തശ്ശിക്ക് ഈ സ്ഥലം പുതിയതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നേ. മുത്തശ്ശി കരുതും പോലെ ഇവിടെ ഒന്നുമില്ലെന്നേ. മുത്തശ്ശി ആവശ്യമില്ലാതെ ഭയപ്പെടുകയാണ്. അയ്യോ, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോളെ? ഈ കാലത്ത് പ്രേതം പിശാചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെ വെറുതെ ട്രാഷ് ആണ് മുത്തശ്ശി. ട്രാഷ് അല്ല ഷൈലു, ഈ വീട്ടിൽ പ്രേതം ഉണ്ട്. മുത്തശ്ശി ആവശ്യമില്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. സന്തോഷമായിട്ടിരിക്കെ, ഇവിടെ ഒന്നുമില്ലെന്നേ. ഞാൻ എങ്ങനെ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശി ഇതെല്ലാം വെറും കെട്ടുകഥകളാണെന്നേ. കെട്ടുകഥ വിശ്വസിക്കുന്ന ആളെ ഞാൻ തല്ലിപ്പൊളി. ഞാൻ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും. എന്താ രണ്ടാമത് വന്നത്? എന്താ സംഭവിച്ചത്? അമാനുഷികമായ കാര്യങ്ങളാ സ്വാമി. സ്വാമി, രക്ഷിക്കണം. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏതോ ദുഷ്ടശക്തികൾ ഉള്ളതായി കാണുന്നു. ഈ 2 ചെറുനാരങ്ങ കൊണ്ടുപോയി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീടിന്റെ മുമ്പിലും ഒന്ന് നിങ്ങളുടെ തലയിണയ്ക്കടിയിലും വെച്ച് ഉറങ്ങിക്കൊള്ളുക. രാവിലെ ആരും എണീക്കുന്നതിന് മുമ്പ് ചവിട്ടിയ മണ്ണെടുത്ത് ഈ 2 ചെറുനാരങ്ങയും മണ്ണും ഒന്നിനൊന്ന് തൊടാതെ എടുത്തോണ്ട് വാമേ. അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. ശരി സ്വാമി. ഇന്നും രാവിലെ മുതൽ മുത്തശ്ശി കാണാനില്ല രാഹുൽ. എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് രാഹുൽ. ശൈലു, എപ്പോ നോക്കിയാലും നീ മുത്തശ്ശി ഓർത്ത് നിന്നെ ടെൻഷൻ ആകുന്നേ. അവരെന്നെ ചെറിയ കുട്ടിയാണോ? അവരിങ്ങി വന്നോളൂ. എന്താ ഒന്ന് പോകുമ്പോ പറഞ്ഞിട്ട് പോയാല് എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതാ ആരാ വന്നെന്ന് നോക്ക്. എങ്ങോട്ടാ പോയത് മുത്തശ്ശി? മുത്തശ്ശി ഓർത്ത ദിവസവും വിഷമിച്ചോണ്ടിരിക്കുക. ഞാൻ പുറത്ത് പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എപ്പോ നോക്കിയാലും എന്നെ നോക്കി നീ എന്തിനാടി വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കാര്യം ഓർത്താ വിഷമിക്കുന്നേ. നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പുറത്ത് പോയിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വാ മുത്തശ്ശി, വന്ന് എന്തെങ്കിലും കഴിക്ക്.
എന്താ ശൈലു, എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ മുത്തശ്ശി. അതിരിക്കട്ടെ, ഈ സമയത്ത് മുത്തശ്ശി എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തോ ശബ്ദം കേട്ടു, ഒന്ന് നോക്കിയിട്ട് പോവാന്ന് കരുതി. നിങ്ങൾക്കെന്താ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ഞാനിവിടെ വന്നത് മുതല് ഭയപ്പെട്ട് ചത്തുപോകുന്ന തോന്നുന്നത്. ഉറങ്ങാനേ പറ്റുന്നില്ല. ഇത് തന്നെ പറഞ്ഞു പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. മുത്തശ്ശിയുടെ വർത്താനം കേട്ട് എനിക്കിപ്പോ പേടി വന്നു തുടങ്ങി. ഭയന്ന് വേണ്ടാത്തൊക്കെ ചിന്തിച്ചിട്ട് എന്നെയും കൂടി ഭയപ്പെടുത്തല്ലേ മുത്തശ്ശി. പേടിക്കാതിരിക്കുന്നേ, പോയി സമാധാനമായിട്ട് ഉറങ്ങും മുത്തശ്ശി. കൊല്ലു ഞാൻ നിന്നെ, ഇപ്പൊ കൊല്ലു ഞാൻ. മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് എനിക്കും പേടി വരാൻ തുടങ്ങി.